ഇന്നലെ മുതൽക്കേ എൻ്റെ വാപ്പാക്കൊരാഗ്രഹം നമ്മുടെ വിറകടുപ്പ് കൂട്ടി മംഗലം വെച്ചിട്ട് അതിലേക്ക് അരിപ്പായസം ഉണ്ടാക്കി കഴിക്കണമെന്ന്. മറ്റേ പൊങ്കാല പായസം ഇല്ലേ അതിനെയാണ്. വിറകിന് പഞ്ഞമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ വാപ്പ പിള്ളേരെയും കൂട്ടി അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പായസത്തിനുള്ള വെള്ളവും തിളച്ചു അരിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തട്ടുമുട്ട് പണികളായ തേങ്ങ ചിരണ്ടലും പഴം അരിയലും ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് വാപ്പ പായസം വെക്കുന്നത് കണ്ടുകൊണ്ടേയിരുന്നു. വിദേശത്തായിരുന്നത് കൊണ്ട് തന്നെ വാപ്പ ഒറ്റയ്ക്കെല്ലാം ഉണ്ടാക്കി കഴിച്ച് വാപ്പാക്ക് നല്ല ശീലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാപ്പ അടിപൊളിയായിട്ട് എല്ലാ പാചകവും ചെയ്യാറുണ്ട്. എല്ലാ ഐറ്റവും പാചകം ചെയ്യാറുണ്ട്. അങ്ങനെ ഇതിനും തേങ്ങയും പാനിയൊക്കെ വീഴ്ത്തി പിന്നെ ഇതാ പഴമൊക്കെ ഇട്ടു, പിന്നെ ഏലക്ക ചതച്ചതൊക്കെ ഇട്ടു. അങ്ങനെ വാപ്പാരെ കഥകളൊക്കെ പറയണം. അതൊക്കെ കേട്ട് കേട്ട് നമ്മളും ഇരിക്കുവാണ്. അതിനിടയിൽ ഇവന്മാരിതാ തമ്മിൽ തല്ലും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പായസം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. മധുരം നോക്കിയപ്പോഴത്തേക്ക് മധുരം കുറവായിരുന്നു. ഉമ്മ പഞ്ചസാര ഇട്ട് അത് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.